ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ റിയൽമിയുടെ P3X IP69 റേറ്റിംഗ് ഒക്കെ വരുന്ന ഒരു 15,000 രൂപയ്ക്ക് താഴെ വരുന്നൊരു ഫോണാണ്. എങ്ങനെയുണ്ട്? അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്കും കൂടെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആദ്യം പറയാം. രണ്ട് വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് 6GB 128GB. ഇതിൻ്റെ പ്രൈസ് 13,999 ആയിട്ടാണ് വരുന്നത്. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 128GB ഇതിൻ്റെ പ്രൈസ് 14,999 ആയിട്ടാണ് വരുന്നത്. ഒരു 1000 രൂപ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 1000 രൂപ അധികം കൊടുത്തിട്ട് 8GB എടുക്കുന്നതാണ് കുറച്ചും കൂടെ പറ്റും. പിന്നീട് ഓഫർ വരുന്നുണ്ട്. 1000 രൂപയുടെ ബാങ്ക് ഓഫറാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബേസ് മോഡൽ വന്നിട്ട് 13,000 കിട്ടുന്നുണ്ട്. സോ 13,000 രൂപയ്ക്ക് ബാങ്ക് ഓഫറിൽ കിട്ടും. അല്ലെങ്കിൽ 14,000 രൂപയാണ് പ്രൈസ് എന്ന് പറഞ്ഞത്. ഡിസൈൻ വൈസ് എങ്ങനെയുണ്ട്? ഇതിൽ 3 കളേഴ്സിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒന്ന് ബ്ലൂ, സിൽവർ, പിന്നെ ഒരു പിങ്ക് കളർ കൂടെ വരുന്നുണ്ട്. വീഗൽ ലെതറായിട്ടാണ് വരുന്നത്. കാണാൻ പുതിയ ഡിസൈൻ തന്നെയല്ല. നമ്മൾ ഇതിന് മുമ്പേ റിയൽമി 14Xലും വിവോ T3 കണ്ട എക്സാക്റ്റ് ആ രീതിയിലുള്ളൊരു ക്യാമറ ലേഔട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. കാണാൻ രസമൊക്കെ ഉണ്ട്, മോശമൊന്നും പറയാനില്ല. വീഗൽ ലെതറായിട്ടാണ് വരുന്നത്. അത് നല്ലൊരു പ്രീമിയം വീഗൽ ലെതറാണെന്നൊക്കെയാണ് റിയൽമി പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ റേഞ്ചിൽ ബാക്കിയുള്ള ഫോൺ പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നല്ലൊരു ഡിസൈൻ എന്തായാലും ഇതിന് വരുന്നുണ്ട്. 197 ഗ്രാം വെയിറ്റും 7.9 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. പുതിയ ടൈപ്പ് ബാറ്ററി ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫോണും ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. തിക്നെസ് ഒക്കെ ഭയങ്കര കുറവാണ് എല്ലാ ഫോണിൻ്റെയും. സോ ഇറ്റ്സ് ഗുഡ്. നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നീട് IP69 റേറ്റിംഗ് വരുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സൈഡ് മൗണ്ട് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. കാരണം ഇതിൽ AMOLED ഡിസ്പ്ലേ അല്ല വരുന്നത്. അപ്പോൾ IP69 അടക്കം ഈ ഒരു 14,000 രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഇട്ടാലും അങ്ങനെ പെട്ടെന്നൊന്നും ഈ ഒരു ഫോണിൽ അങ്ങനെ ഒരു പൊട്ടത്തില്ല എന്നുള്ള സർട്ടിഫിക്കേഷനാണ് ആ പറഞ്ഞ മിലിറ്ററി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു ഡിസൈൻ, നല്ലൊരു ബിൽഡും ഫോണിന് വരുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.72 ഇഞ്ച് വരുന്ന FHD+ 120 ഹെർട്സിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ആർമർ ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷനും ഫ്രണ്ട് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ വൈസ് ഒരു ആവറേജ് പറയണം, ഒരു ബിലോ ആവറേജ് പറയണം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈസ് പോയിന്റിലെ എല്ലാ ഫോണിലും AMOLED ഡിസ്പ്ലേ അല്ലെങ്കിൽ OLED ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫോണിൽ ഇപ്പോഴും പഴയ LCD ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ബിലോ ആവറേജ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. വലിയ ഡിസ്പ്ലേ ഒന്നും പറയാനില്ല. അപ്പോൾ ഡിസ്പ്ലേ പറ്റി അങ്ങനെയാണ്, കർവ്ഡ് അല്ല, നോർമൽ ഫ്ലാറ്റായ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ വൈസ് കാരണം ഇതിൽ IP69 ഒക്കെ കൊടുത്തോണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യം അവർക്ക് നല്ല റേഞ്ച് കൊടുക്കാം. ചില കാര്യങ്ങളൊക്കെ ഇതിൽ കുറയ്ക്കേണ്ടി വരും. പക്ഷേ ഇതിൽ ഫുൾ HD വരുന്നുണ്ട്. റിയൽമിയുടെ 14X ഒക്കെയാണ് ഇതിന് മുമ്പ് ഇറങ്ങിയത്, ഒരു 15,000 രൂപ റേഞ്ചിൽ. അതിൽ HD ഡിസ്പ്ലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നോക്കുന്ന സമയത്ത് ഇതിൽ ഫുൾ HD വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ. ഡിസ്പ്ലേ വൈസ് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ബട്ട് ഫുൾ AMOLED അല്ല, ആ കാര്യം മാത്രം ഇതിൽ കുറവാണ്. കാരണം ബാക്കി ചില കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് ചില കാര്യങ്ങൾ കുറയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ കാര്യം ഇതിൽ ഇല്ല. അതുകൊണ്ട് ഡിസ്പ്ലേ വൈസ് ഒരു ബിലോ ആവറേജ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ദെൻ ഇതിൻ്റെ ക്യാമറ അങ്ങനെ വലിയ ക്യാമറ ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണൊന്നും തന്നെ അല്ല. എന്നാലും 15 MB ഒരു പ്രൈമറി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 2 MB ഡെപ്ത് സെൻസർ റിയറിൽ വരുന്നുണ്ട്. 8 MB സെൽഫി ക്യാമറയും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും 1080p 30 fps വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറ വൈസും ഒരു നോർമൽ അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് മാത്രമേ വരുന്നുള്ളൂ. നല്ല ക്യാമറ ഒന്നും ഇതിൽ കിട്ടുന്നില്ല. ഈ പ്രൈസ് പോയിന്റിൽ നല്ല ക്യാമറ കിട്ടുന്ന വേറെ ഒരുപാട് ഫോൺസ് ഉണ്ട്. ക്യാമറ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെയാണ് പെർഫോമൻസ്. ഇതിൽ വരുന്നത് മിയാടെക്കിൻ്റെ Dimensity 6400 എന്ന പുതിയൊരു ചിപ്സെറ്റാണ് വരുന്നത്. അതായത് 6300 ആ ഒരു സെയിം തന്നെയാണ്, ചെറിയ വ്യത്യാസം കൊടുത്തിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. വലിയ മേജറായിട്ടുള്ള ഒരു ഡിഫറൻസും പ്രോസറിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ ചിപ്സെറ്റാണ്, ഭയങ്കരമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. 6300 എങ്ങനെയാണോ ആ പെർഫോമൻസ് ഇതിലും കിട്ടുള്ളൂ. ഒരു 10K റേഞ്ചിലെ ഫോണിൽ കിട്ടുന്ന ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. 10Kയിലുള്ള ഒട്ടുമിക്ക Z9 ലൈറ്റിലും ഇപ്പോൾ സാംസങ്ങിൻ്റെ F06 5Gയിലും ഒക്കെ യൂസ് ചെയ്ത സെയിം ചിപ്സെറ്റാണ് ഇതിൽ വരുന്നതെന്ന് പറയാം. അതിനൊരു പുതിയൊരു വേർഷൻ അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഗംഭീര സംഭവമൊന്നും പെർഫോമൻസിൻ്റെ ഭാഗത്തില്ല. LPDDR4X RAM UFS 2.2 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമി UFS 6.0 ആയിട്ടാണ് ബേസ്ഡ് ഓൺ Android 15 ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പെർഫോമൻസ് വൈസ് അങ്ങനെയാണ്, ഒരു നോർമൽ പെർഫോമൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, IP69 ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം. പിന്നീട് ബാറ്ററി ഇതിലാണെങ്കിൽ 6000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്.
ഓവറോൾ ഒരു 14,000 രൂപയുടെ ഫോൺ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP69 ഉണ്ട് എന്ന് ഒറ്റ കാര്യം മാത്രമേ ഈ ഒരു ഫോണിൽ വരുന്നുള്ളൂ. ബാക്കി ഒന്നും കൊള്ളത്തില്ല. ബാറ്ററിയും കുഴപ്പമില്ല, ബാറ്ററി നല്ലതുണ്ട്. ബാക്കി എല്ലാം ഷോക്കാണ്. ഈ പ്രൈസ് പോയിന്റ് നോക്കുന്ന സമയത്ത് ഭയങ്കര ഷോക്കാണ്. ഒന്നുമില്ല. ഡിസ്പ്ലേ വൈസ് AMOLED ഡിസ്പ്ലേ വരുന്നില്ല, OLED ഡിസ്പ്ലേ വരുന്നില്ല, LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്യാമറ ക്യാമറയൊന്നും പറയാനേ പറ്റുന്നില്ല. പിന്നീട് പെർഫോമൻസും ഒരു ആവറേജ് ഒരു 10K റേഞ്ചിൽ ഫോണിൽ കിട്ടുന്ന പെർഫോമൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല, കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ആകെപ്പാട് നിങ്ങൾക്ക് IP69 റേറ്റിംഗ് കിട്ടുന്ന ഒരു ഫോൺ ഉണ്ട് ഈ ഒരു പ്രൈസ് പോയിന്റിൽ എന്ന് മാത്രമേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. നിങ്ങൾക്ക് അത് വേണം ഈ പ്രൈസ് പോയിന്റിൽ നിന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് യൂസ് ചെയ്യല്ല, മഴയത്തോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ വാങ്ങിച്ചാൽ മതി. അല്ലാതെ ഈ ഒരു ഫോൺ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ പർപ്പസ്. IP69 റേറ്റിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ടമെന്റൽ സൈനിങ് ഓഫ്. ബൈ.